അത് കർക്കിടകമാണ്. അതാണ് കർക്കിടകം ഇന്ന് 10ആയി. 17 തീയതിയാണ് കർക്കിടകം. അപ്പൊ അതിന് മുമ്പ് നടക്കുമോ? അപ്പൊ അതിന് ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ ഞാൻ ഈ പ്ലാന് ശ്രദ്ധിക്കട്ടോ. കാര്യം ഒരു കാര്യം വേണത് പിന്നീട് എപ്പോഴും പറയാതെ എത്ര ഇതാണ് നമ്മളെല്ലാം. അപ്പൊ നമുക്ക് 1700 സ്ക്വയർ ഫീറ്റിന് പഞ്ചായത്തിൽ നിന്ന് കെട്ടിടം നിർമ്മിക്കുന്നതിന് കിട്ടിയ അനുവാദം ഉപയോഗിച്ചും അതോടൊപ്പമുള്ള പ്ലാനിൽ കാണിച്ചിട്ടുള്ള പ്രകാരം അടിയിൽ വിശദീകരിക്കുന്ന പ്രകാരമുള്ള മെറ്റീരിയലുകളും ക്വാണ്ടിറ്റിയും അളവും അനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിച്ചും സ്ക്വയർ ഫീറ്റിന് 1700 രൂപ ക്രമത്തിനുള്ള തുകയ്ക്ക് സാധനങ്ങൾ, അതായത് തടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അടിയിൽ വീഴിക്കുന്ന പ്രകാരം ജോലികൾ ചെയ്യുന്നതിനനുസരിച്ച് തുക പറ്റി നിശ്ചിത കാലാവധിയായ 6 മാസത്തിനകം ജോലികൾ പൂർത്തിയാക്കി തന്നുകൊള്ളാമെന്ന് രണ്ടാം കെട്ടിയും അതേ പ്രകാരം മേൽവിധിച്ച പ്രകാരം വെള്ളവും വെളിച്ചവും തരുന്നതിനനുസരിച്ച് അടിയിൽ വിവരിക്കും പ്രകാരം ജോലികൾ ചെയ്യുന്നതിനനുസരിച്ച് തുക പിന്നെ വേറെ യന്ത്രം എടുക്കുക. ആ തോട്ടത്തിനെടുത്ത് എനിക്ക് വെച്ചാൽ എൻ്റെ തോട്ടം വേറെ യന്ത്രമുണ്ട് എല്ലാം എടുത്തോ. കർപ്പൂരം എടുത്ത് വെച്ചോ. ഓ കർപ്പൂരം കൊടുത്തു. അഞ്ചാറുണ്ട്. മണി മാറിയില്ലേ? മുമ്പേ മാറിയില്ലേ? ഇങ്ങനെയുണ്ട്. ചാന്തട്ടെ നമ്മളിങ്ങനെ
നോക്കുമ്പോഴേ ഓമം നോക്കണ്ടേ ഓമം ഇങ്ങോട്ടായിപ്പോ ഇങ്ങനെ ഓമം അങ്ങോട്ടേ ഓമം ഇങ്ങനെ ഓമം നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഓമം നോക്കണ്ടേ ഓമം ഇങ്ങോട്ടായിപ്പോ ഇങ്ങനെ ഓമം അങ്ങോട്ടേ ഓമം സൂര്യൻ നോക്കുള്ളൂ. അപ്പം അങ്ങനെ വെച്ചാൽ നിർത്തിക്കളാം. ആ വീട് പഴയത് പാലിയാച്ചി എടുത്താ എടുത്തോളെ പതുക്കെ 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 എടുക്കാനേ. ഓ പെട്ടെന്ന് പോകണം. അപ്പുറത്ത് പോ. ഇത് കാണണമെങ്കിൽ നീ തോന്നുന്നില്ലേ തല കാണുന്നില്ല. അത് പൊക്കി പിടിക്കും. ഇതങ്ങനെയൊന്നുമല്ല. ഭഗവാൻ നമ്മൾ പിടിക്കുമ്പോൾ അത് പോണം. 100-110 വയസ്സാകാത്ത ആര് പറ്റി അങ്ങോട്ട് വരാം അങ്ങോട്ട് അത് പ്ലാവ് 500-700 അത് വിവാരം കേട്ടോ. 14,000 സംതിങ് ആദ്യം ചെറു ഫുള്ള് ഇത് ഫുള്ള് കട്ട കറങ്ങിയിരിക്കില്ലേ ഇതൊക്കെ ചിലപ്പോൾ വാർക്കാം. കാലിഞ്ച് പൊങ്ങാണ്ട് കാലിന് പൊങ്ങാണ്ട് വെച്ചിട്ട് നീളം കുറഞ്ഞ ടയറൊക്കെ ഉണ്ടല്ലോ അത് കയറ്റി കെട്ടാൻ വേണ്ടി. ഞാൻ തരാം. എന്നാൽ അവർ നീളം കൂടിയ എടുത്തോണ്ടേ 2 വേണ്ടി നിങ്ങൾ കൂടിയാ വന്ന് ഇങ്ങനെ ആദ്യം ടയർ വെച്ച് കെട്ടണം. കമ്പനി മാത്രം നിൽക്കുന്നുണ്ട്. അതൊരു കാര്യം ചെയ്യാം.
അത് കൊള്ളാടെ ഏറ്റവും അങ്ങോട്ട് പോയി അവിടെ പോയി ഇപ്പോൾ നിൽക്കുകയാണ്. ശരി. അവിടെ ഫ്രണ്ടിലും പറ്റുമോ പോവാൻ? ഓക്കെ ഓക്കെ.
രാവിലെ കട്ട വെച്ചോറാ താത്ത് പള്ളിയുണ്ട് അതിൽ കൊണ്ടുപോകും അങ്ങനെ തുറന്ന് കിട്ടിയ ഇന്നും പോണം. അങ്ങനെ പോവുകയാണ്. ആ കാഴ്ചയിലേക്ക് കടക്കാം. അപ്പോൾ 3 പണി നമുക്ക് ഇനിയിപ്പോൾ അത് ചെയ്യണം. ഇതോടനുബന്ധിച്ച് ചെയ്യണം. ഈ പാളിപ്പണികൾ, പ്ലംബിങ്, വയറിൻ്റെ ബോക്സ്, പിന്നെ വലി ഇത് നമുക്ക് പൈപ്പ് കൊണ്ടല്ല ക്യാമറ പറയണം പണിയാറ് വശം. അല്ല ഈ ഭാഗത്തിന് അടുത്താണ് ഇങ്ങനെ വണ്ടി കറങ്ങുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് തന്നെ അങ്ങോട്ട്
മുകളിലോട്ട് കെട്ടാൻ വേണ്ടി തട്ടടിക്കുകയാണ്. ഇങ്ങനെ ഈ ഭാഗത്ത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ വണ്ടിയിലൊക്കെ ഇറങ്ങിയില്ല. സെപ്റ്റിക് ടാങ്ക് എടുക്കാൻ വേണ്ടിയുള്ള കുഴിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് 10 ഇന്ന് 11 ഈ മാസം 30 തീയതി കുഴി കഴിയുമ്പോൾ എല്ലാം ചെയ്യണം. അത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എവിടെ എടുക്കാൻ കുഴി അല്ല ഉറപ്പ് ഈ ഭാഗത്ത് എടുക്കാം. എവിടെ ഇവിടെ എടുക്കാം. മാറ്റണല്ലോ. ഇങ്ങോട്ട് എടുത്താൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങോട്ട് ഞാൻ അവിടെയാണ് പറഞ്ഞത്. അപ്പുറത്ത് ഇവിടെ വെച്ചാൽ മതി. ആ ഭാഗത്ത് ആ ഭാഗത്ത് അതേങ്ങോട്ട് ഞാൻ മാറ്റി ഇങ്ങോട്ട് പോകാം. ഇങ്ങനെ മാറ്റി വെക്കാം. എന്തായാലും ഇപ്പോൾ ഈ ആഴ്ച ഇപ്പം ഇന്ന് വ്യാഴാഴ്ച അടുത്ത ആഴ്ച ആവും. പണിയാതെ ഈ സൈഡൊക്കെ വെട്ടി കുഴിച്ചാൽ നമുക്ക് വാങ്ങിക്കണം. ഭാഗത്ത് മൊത്തം 4 സൈഡും. അപ്പോൾ ഇത് ചെയ്താലേ എനിക്ക് പ്ലംബിങ്ങിനെ പണി ചെയ്താലേ ചെയ്യാൻ കൂടുതലൊക്കെ. ഈ പൈപ്പുകൾ വെട്ടി കുടിക്കുമല്ലോ. പിന്നെ കുടിച്ചാൽ അത് വാങ്ങി ആയിക്കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡ് കോൺടാക്ട് ചെയ്യണം. അത് വീട്ടിൻ്റെ രണ്ടടി അതെ സാധനം എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ഇതെല്ലാം അതിനെ ഇറക്കിയിട്ട് അപ്പോഴാണ് ഇപ്പം ചെന്ന് ഓരോന്ന് കിട്ടില്ല. ഒന്ന് അപ്പൊ നമുക്ക് കണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി കുഴിയ പൈ ഭാഗത്ത് ഇങ്ങനെ എടുക്കാനല്ലേ അല്ലേ? അപ്പൊ ഇത് ബാക്കി പരിപാടി നമുക്ക് പിന്നെ ഈ ആഴ്ചക്കകത്ത് എല്ലാം കഴിഞ്ഞ് പോവാം. എടുക്കണം. വീട്ടിൽ പറയാമല്ലോ സംസാരിക്കാം. കുഴി എടുക്കണം. അപ്പൊ ഈ നമ്മൾ ഈ പൂശി വയ്ക്കില്ലേ അവരെ കുഴി അവർക്ക് പണിയില്ല കുഴി എന്തായാലും ഫിക്സഡ് ആണല്ലോ ഇവിടെ. ഇവിടെ എടുക്കാം. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറങ്ങി 2 പേര്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് വണ്ടി മതി. ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് വേറെ വിഷയമല്ല കേട്ടോ. അപ്പൊ ഇതിലില്ലാതെ ഇവിടെ നമ്മൾ ഈ ദിശ മറ്റേ അടിപൊളിയായിരിക്കും. അതെ അതെ. അതുപോലെ ഇതുണ്ട് ഇതിന്റെ മോളില് ഇതുപോലെ ഈ പല്ല് പാടത്തിന്റെ പല്ല് ഇവിടെ തള്ളു. അതെ അവിടെ ലൈറ്റ് വെക്കൂല്ലേ? ഇതെല്ലാം ഈ ലൈറ്റ് വെക്കണ്ട. ഒന്ന് അതെ അതെ. ഈ പാലേജ് ഈ ലൈറ്റ് കത്തുമ്പോ ഭയങ്കര ഇതെല്ലാം ഗ്രാഫിക് പെയിന്റ് ആണ്. ഗ്രാഫിക് ടൈല് പോലത്തെ പെയിന്റ് ഉണ്ട്. നമ്മള് കളർ ഗ്രാഫിക് പെയിന്റ് എന്ന് പറയും. ഇതെല്ലാം ഗ്രാഫിക് പെയിന്റ് ആണ്. ഇത് നമ്മളിത് പല കളറിലുള്ള നല്ല രസം. ഇത് ഈ ഷെയ്ഡ് പിന്നെ ഈ ഷെയ്ഡ് ഗ്രാഫിക് പെയിന്റ് ആണ്. ഇതെല്ലാം ഒറ്റ കളർ പെയിന്റ്. നീല മഞ്ഞ ഈ ബട്ടോസ് വൈറ്റ് ഇത് വൈറ്റ് ആണ്. ഇതൊക്കെ വൈറ്റ് ആണ്. ഇവിടെ ഇതെല്ലാം ഗ്രാഫിക് പെയിന്റ്. ഇതുപോലെ വൈറ്റ് അടിപൊളിയായിരിക്കും. പിന്നെ പരിപാടികളൊക്കെ കേട്ടാ. ഇതിപ്പോ ഇന്ന് ഇതൊക്കെ അടിക്കും. തട്ട് എല്ലാം അടിക്കും. അടിച്ച് കുഴച്ചാൽ ഇവിടെ 3 സാധനം പൊളിച്ചാൽ പൂശും. ഇങ്ങനെ പരിപാടി കേട്ടാ. അതില്ല നല്ല സാധനം വയറിന്റെ എല്ലാം അയക്കാണ്. ബോക്സ് മീറ്റർ ബോക്സ് വയറിന് പൈസ എഴുതി ബുക്കിൽ എഴുതി വെച്ചേക്കാണ്. ഈ തടിപ്പണി ഞാൻ ബുക്കിൽ എഴുതി വെച്ചേക്കാണല്ലോ. പാളികൾ ഇതെല്ലാം കൂടെ നമ്മൾ എഴുതിയത്. അത് ജനൽ അതൊന്നും നിങ്ങൾ തന്നില്ല. അത് നിങ്ങൾ അതാണ് ഇരിക്കണേ ഉള്ളൂ. ഞാൻ പിന്നെ ഇതിനെ കഴിച്ചിട്ട് അങ്ങ് ചെയ്യും. അക്കരെ അങ്ങനെയാണ്. വയറിങ്ങിന്റെ പാതി പണി നമുക്ക് വയറിങ്ങിന്റെ ആയി കഴിഞ്ഞാൽ അത് എല്ലാം ഈ LCB വെച്ചു ഇതെല്ലാം വെച്ച് കഴിഞ്ഞു. എല്ലായിടൊന്നും ഇതൊന്നും വയ്ക്കും. ഞാൻ എല്ലാം അങ്ങ് തീർത്ത് വെച്ചു. ചിലർ ഇങ്ങനെ അവിടെ ഹോളം കിട്ടിയിട്ട് പോകും. ഇത് എല്ലാം വെച്ച് ഇനി നമുക്ക് വയർ വലിക്കുക. വയർ വലിച്ച് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടിട്ട് ചുറ്റുക. വയർ വലിച്ച് കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു 3 ക്രമേണ നിങ്ങൾ ചെയ്യണം പോരാണ് കേട്ടോ. അത് ഇതിൻ്റെ ഈ മാസം അടുത്ത മാസം അടുത്ത മാസം പാലിക്കാണ്ട് ഇത് എപ്പോഴൊന്ന് പാക്ക് മാത്രം പുതിയതാ. ടൂത്തിന്റെ കറണ്ട് എല്ലാം ഞാൻ ക്ലാമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക്
ഇതൊന്നും ആരും അങ്ങനെ നോക്കില്ല. ഒരു കാമ്പ് ഞാൻ 30 കിട്ടും, ഒരു കാമ്പിട്ടില്ലെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഞങ്ങൾ നല്ലവിടെ നിൽക്കുകയാണ്. നിങ്ങളെ കുട്ടി കിടന്നു എപ്പോ പോയി? 8:30 8:30. നമ്മൾ വാരി പേന കൊണ്ടുവന്ന് ഓ മഴ ഭയങ്കര മഴയില്ലല്ലോ. നിങ്ങളാണെങ്കിൽ ആരും വരൂല്ല. വാരി ഞാൻ രാത്രി ഒന്ന് പൊക്കിക്കൊണ്ട് വന്ന് പൈപ്പ് ഇതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് ഒക്കെ നിങ്ങളാണെങ്കിൽ ആരും വരൂല്ല വിളിച്ചു. ഇല്ല നമ്മൾ വിളിച്ചാൽ വരും, വന്നേ പറ്റില്ല. വന്നേ പറ്റൂ. രണ്ടാമത്തെ മഴത്തൊക്കെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഒരു 7:30 ആയപ്പോഴേ പൈപ്പ് ഇട്ടുകൊണ്ട് നിങ്ങളെ പണി എനിക്ക് തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടെ വിളിക്കാം. നിൽക്കാൻ മതി. ലാസ്റ്റ് കോൺക്രീറ്റ് ആണ്. ചുമരണ്ടേ കുഴിത്തന്നെ കാഴ്ച. എത്ര അടി? 12 പറഞ്ഞത്. അഞ്ചാവൂല. ഗോഡൗൺ സാധനം വേറെ ഉണ്ട് കേട്ടോ. ഇതേപറ്റി കാണാൻ വേണ്ടിയാണ് കട. വേറെ ഗോഡൗൺ ഉണ്ട്, അപ്പുറം വലിയ ഗോഡൗൺ അവിടെ. ഇത് റൂം വെക്കണം പറഞ്ഞാൽ ഇത് വരുന്ന ഒത്തടുത്തോ വേറെ കളർ. ഇത് കളർ മാച്ച് കളർ നല്ല കളറാണ്. ഇത് വെട്ടിപ്പേടാണ്. എല്ലാ മുറിയിലും വെള്ളം വേണം. ഇത് വെള്ളയല്ല, ഇത് ഐവറി കളർ. അതിന് ഇങ്ങനത്തെ ഇത് കാണാൻ അഴുക്ക് അറിയില്ല. പിന്നെ ഏത് കളറാണ്? വേറെ കളർ കിട്ടും. അത് ഇപ്പോഴത്തെ ഓരോരോ മോഡലും ഓരോരോ കളറാണ്. അല്ല ഇതേപോലത്തെ കിട്ടും. ഇത് കിട്ടും ശരി. ആണോ ഇത് കൊള്ളാം. അത് നിനക്കാ? ആ അത് കറുപ്പല്ലേ? ഇത് കൊള്ളാം. ഇത് നിന്റെ ആ അതൊക്കെ ഇതാണ് ഇരുളാണ്. ഏറ്റവും കുറിക്കാത്ത ഇരുളായിരിക്കും. ബാത്റൂം സിറ്റ് ഹാളും സിറ്റ് ഔട്ടും അത് നന്നായിട്ട് ബാത്റൂം ചെവരെ മൊത്തം ഒട്ടിക്കാൻ ഇതുപോലെ ഒട്ടിക്കവരില്ല. ബാത്റൂം ഇങ്ങനെ ഇത് ഒട്ടി നീലെ അത് ഒരു ബാത്റൂം എടുത്തേക്ക്. ഇത് ഒരു ബാത്റൂം കൊള്ളാല്. ഇപ്പോഴത്തെ പുതിയ ഫാഷനാണ്. ഈ പൂവും നല്ല കാണാൻ 4 ചെവര് ഒട്ടിക്കുക നന്നായിരിക്കും കാണാൻ. ഇത് ഒരു ചെവരിലാണ് വച്ചേക്കുന്നത്. വെള്ളയും അത് കൊള്ളാം. അത് കൊള്ളാം. അതുപോലത്തെ ഒന്നും കൂടെ മോളിലോട്ട് പോയി ഒന്നും കൂടെ എടുക്കട്ടെ. മണലത് അതും കൊള്ളാം. ഒരു ബാത്റൂം ഉണ്ടേക്ക് നന്നായിരിക്കും. ഇല്ല അത് എന്റെ മുറിയിൽ മാത്രം.
തന്നെ പക്ഷെ കണ്ട പൊട്ടി പോലെ ഈ മുറിക്കാൻ ഇതുപോലത്തെ എടുക്കത്തുള്ളൂ ഹാളിന് അതുപോലത്തെ അത് മനസ്സിലാക്കാം വെള്ളം നമുക്ക് അതുമല്ല ഈ ബ്ലാക്ക് ഉണ്ട് വലുതേ പറ്റും വലിയ ടൈലാണ് നമുക്ക് കാലില് ഈ ബ്ലാക്ക് ഉണ്ട് അത് വേണം തീർല വെള്ള ഐറ്റംസ് വെച്ചാൽ ആളിലേക്ക് വെള്ളം അതെ വലിയ ഇതിന്റെ ഇത് വലിയ ടൈലാണ് വലുതാണ് കാലില് റൂമെന്ന് പറയാനേ അല്ല അത് പിന്നെ വലിയ ഇത് ഇത് നോക്കി വരി അതൊക്കെ ഇതുള്ളതാണ് ഇത് നല്ല നിരത്തി ഹാളിട്ട് അടിപൊളിയായിരിക്കും നല്ല നിരത്തി നിൽക്കാൻ വരപ്പോഴേ ഇത് എടുത്തിട്ടേക്കാണല്ലോ ഇപ്പൊ ഈ റൂം അതുപോലെ ഇത് നല്ല വലിയ ടൈലാണ് ഇത് ഹാളി ഇടാളാണ് അതല്ല അയ്യ വേണ്ട ഇത് വെള്ള വൈറ്റ് കൂടെ ചേർന്നതല്ലേ കൊള്ളാം അതിൽ വൈറ്റ് ഇത് വൈറ്റ് കൂടെ ചേർന്നതാണ് പറഞ്ഞു ഇത് ഇതാണ് നമ്മൾ അടുക്കള നല്ല വേണ്ട ഇതോട്ടേല കിച്ചൺ പിന്നെ സ്റ്റാർട്ട് പുറം ഗ്രാനൈറ്റ് കിച്ചൺ ഇതൊക്കെ ഞാൻ സത്യം വെച്ചാൽ കൊള്ളാം ഈ മൂന്നെണ്ണം ഒരു ഇതല്ലേ നല്ലത് കാണാൻ മോനെ കുത്ത് വൃത്തിയുള്ള ഇതാണ് ഇതാ ഇതിപ്പോ ഞാൻ എടുക്കാം ഇത് കൊള്ളാം കൊള്ളാം താഴത്തും കൊള്ളാം താഴത്തേക്ക് കൊള്ളാം ഇത് വേണ്ടല്ലേ ഇതെടുക്കാം തടി നമ്മൾ ഒട്ടിക്കില്ലേ അതുപോലെ ചെയ്യും അത് ഇതും കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം അടിപൊളി പിന്നെ വേണമെങ്കിൽ പിന്നീട് മാറ്റിയൊക്കെ ഇടാല്ലേ മാറ്റാന്ന് നോക്കും ഇത് നല്ല ടൈലല്ലേ മാറ്റം എന്തുകൊണ്ട് നമ്മൾ എൻ്റെ പിള്ളേർക്ക് വട്ടക്കളാണ് സ്ക്വയർ ഫീറ്റ് ഇതെല്ലാം സ്ക്വയർ ഫീറ്റ് എഴുതി ഒട്ടിച്ചേക്കാണ് എൻ്റെ കണക്കിനല്ലേ ചിലയൊക്കെ പറ്റി ചിലതൊട്ടിക്കില്ല സ്ക്വയർ എല്ലാം സ്ക്വയർ ഫീറ്റ് മാറ്റാണ് ഇതൊന്ന് ഇതിലേതാ കറക്റ്റ് നോക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ആയ് മോനെ വിനോദുണ്ടാടാ ഡാ കുഞ്ഞേ ഡാ തറയിൽ ഇത് മൂന്നിലേതാ തറയിലുള്ള ഇതൊക്കെ എന്താ ചില ഈ ലൈറ്റ് ഉണ്ടല്ലേ അപ്പൊ ഇത് ലൈറ്റ് നമുക്ക് നന്നാ കാണാൻ പറ്റില്ല അപ്പൊ 2000 വരെ കൊള്ളാം ഇത് ഓർമ്മ അതോ ഇത് വേണ്ട ഇതോ ഇതാണ്ട് നീ പറഞ്ഞാണ്ടിത് ഇത് കൊള്ളാം ആശക്ക് ഇത് കൊള്ളാം അത് കാണിക്കും അത് കൊള്ളാം വൃത്തിയായിട്ടിരിക്കും ഇതേ ഇങ്ങനെ നമ്മൾ ടേരൊക്കെ ഇട്ട് വരുമ്പോ കാണാം സ്ഥലമില്ല ആ ഇട്ടാണ്ട് കോഴിക്കോടേ ഉള്ളൂ നമ്മൾ സാക്ഷ്യം വാങ്ങിക്കാൻ പഞ്ചായത്തിൽ 30,000 കൊടുത്ത് നമ്മൾ 1000 രൂപ വീട് സാക്ഷ്യം വാങ്ങിക്കാം നമ്മുടെ വീട് വലുതാക്കി തോറും നമുക്ക് പൈസ ഇങ്ങനെ മാസം തോറും കൈകൊണ്ടിരിക്കണം അല്ല ഇത് സിറ്റ് ഔട്ടല്ല സിറ്റ് ഔട്ടിനും വർക്കര് പിന്നെ ഇത് ഹാളിന് വേണ്ടി നമ്മുടെ ടൈൽസ് എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്.
ഇപ്പൊ നമുക്ക് സൗകര്യമുണ്ട്. അല്ലാതെ കുറച്ചും കൂടെ വേണ്ടേ ഇത്? വേണ്ട. ഇത്ര മതി. ദോശ ഇടാനും ഇവിടെ വേണം. ടേബിൾ അങ്ങോട്ട് തിരിക്കണം. അങ്ങോട്ടൊന്നും വെക്കണ്ട. ഇവിടെ ഏഴ് രണ്ട് തട്ട് അലമാര പോലെ. വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ഇത്രയും കൂടെ കാണും. ഹാള് കൊച്ചല്ലേ? ഹാള് കൊച്ചാണെങ്കിൽ അത്യാവശ്യം പോകും. അതിന്റെ അകത്ത് അങ്ങനെ വെള്ളം നിറയ്ക്കും. ഓ ഇവിടെയാണ് തുണി കഴുകണത് അല്ലേ? ഇവിടെ കിണറില്ലല്ലേ? കുഞ്ഞിന് വിശക്കുന്നില്ലേ? വരാവളോ? ഓ രണ്ടോ? ഓ അത് വേറെ പണി ക്ലിയർ ചെയ്തിട്ട് അപ്പുറത്തുള്ള പൈസ കൊടുത്ത് പോകണം. അത് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യണം, ഇത് അല്ല ചെയ്യണം. അയാൾ ഇടയ്ക്ക് വന്ന് ഒരിക്കൽ മുൻപായിട്ടായിട്ട് അയാൾ മുൻപറ്റായിട്ടൊന്നും വാങ്ങിച്ചാൽ നിങ്ങൾ കഥ വിട്ടെന്നും പറഞ്ഞു കൊണ്ടുവന്നു. ഒരിക്കൽ കഥ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരിക്കൽ വാങ്ങിച്ചു. 1,00,000 രൂപ കഥകിന്റെയും 1,50,000 രൂപ ടൈൽസിന്റെ വാങ്ങിച്ചത്. രാത്രി ഇട്ടല്ലോ കഥ എന്ന് വെച്ചാൽ ജനലൊക്കെ കൊണ്ട് തന്നെ വിട്ടില്ലേ എന്നും പറഞ്ഞു ഒരിക്കൽ വാങ്ങിച്ചത്. വീടിന്റെ താഴോട്ടുണ്ട് 2-3 എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ട്. അത് വലിയ കുറവാണ്. ഇനി അകത്തോട്ട് പോകുന്നുണ്ട്. അകത്തോട്ട് മേളോ താഴോട്ട് അങ്ങോട്ടിട്ടാണ് മേളോട്ടാണ്. എല്ലാവരും ഉണ്ടല്ലോ. ഞാന് പോയി മിനിഞ്ഞാന്ന് പോയി ഞാൻ എടുത്തു. കാരണം ഇവ കാണിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനൊന്ന് പോയി നോക്കാൻ വെച്ചത് നോക്കിയത്. ഇങ്ങനെ ടൈൽസും പെയിന്റും മറ്റേ കബോർഡ് പിന്നെ ഈ ഫാനൊക്കെ അത് തന്നെ അതൊക്കെ വെക്കും. പിന്നെ മറ്റു സാധനമൊക്കെ ആയോ? തിണ്ണയിലൊക്കെ ഇത് വെച്ചിട്ട് ഇതിടണം. എന്തോ ഗ്രാനൈറ്റ് തിണ്ണയിലും വിലയുള്ള പണി ഇനിയാണല്ലേ? ഇതിനൊക്കെ പൈസ ഉള്ളു. ഫാനൊക്കെ വാങ്ങിക്കും. ഫാനൊക്കെ ഈ കൂടെ ഉള്ളതല്ലേ? ഉണ്ട്. ആ അതിൽ നോക്കണം ഉണ്ടല്ലോ. ഫാനൊക്കെ പൈസ ആവില്ലേ? നമ്മുടെ അടുക്കളയുടെ ഇതൊന്നും ഇട്ടിട്ടില്ല. അടുക്കളയുടെ ഉണ്ട്. ബാത്റൂമിൽ ഇതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടേത് വന്ന് പറയണ ഈ ഫാനിന്റെ എന്ന് പറഞ്ഞു. ആ ഫാൻ ഇടുമ്പോഴേ അവിടെ ക്ലീനിന് 1,50,000 രൂപ പറയുന്നത്. 1,50,000 രൂപ ക്ലൈനിന് പറയുന്നുണ്ട്. കബോർഡിന് 1,00,000 രൂപ പറയുന്നു. അപ്പോൾ 2,50,000 രൂപയായി. അപ്പോൾ ഈ 2,50,000 എനിക്ക് വേണം നിങ്ങൾ ഇതിന് ഇനിയിപ്പം പ്ലെയിന് 1,00,000 രൂപ പറയുന്നത്. ഒരു കൊടുത്ത പൈസയാണ് ഈ പറയുന്നത്. ഇരുപത്തിര സൈൻ ചെയ്തിട്ടുള്ള എല്ലാം വാങ്ങിയിട്ടുള്ള 5,00,000. ആ അല്ല 3 പിന്നെ ഇത് 1.5. എഴുത്തിന് സൈൻ ചെയ്തിട്ടുണ്ട്. 3 ഇതുവരെ 15 കൊടുത്തിട്ടുണ്ട്. ഇത് 3 പറ്റി. ഇത് 1 ഫുള്ള് പറ്റിയിട്ടുണ്ട്.
ജനലിപ്പാളി 3, ഒരു പറ്റി, ഒരു പറ്റി, വെയിറ്റിംഗ് ലൈനിൽ ഒരു പറ്റി. ഇനി 2 ലക്ഷം രൂപ ഇത് രണ്ടും കൊടുക്കാനുള്ളത്. ഫിറ്റിംഗ് കിച്ചൺ കിച്ചൺ 1 ലക്ഷം കൂടെ കൊടുക്കണം. കിച്ചൺ 1 ലക്ഷം കൂടെ കൊടുത്തിട്ട് പറയണം ഇനി കബോർഡും കൂടെ ഫിറ്റ് ചെയ്തെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി ബാക്കി പറയാവും തരാവുന്നു തരുന്നു പറയണം എന്ന് പറഞ്ഞ് കൊടുത്താൽ എനിക്ക് ഇനി അവസാനം കഴിച്ച് എനിക്കൊന്നും ഇടപെടാൻ പറ്റില്ല. ആദ്യമേ ഞാൻ ഇതെല്ലാം ക്ലിയർ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം അല്ല ആദ്യം ക്ലിയർ ചെയ്ത് 1-2 പ്രാവശ്യം ക്ലിയർ ചെയ്ത് വന്നതാണ്. ബ്ലസ്സിങ് ആകുമ്പോൾ അത് ക്ലിയർ പിന്നീട് അങ്ങനെ ഇടയ്ക്ക് വന്ന് ടൈലും പറയാം ടൈലിന് 1.5 ലക്ഷം രൂപ കൊടുക്കും. ടൈൽ ഇട്ടതിന് ശേഷം 1.5 ലക്ഷം രൂപ കൊടുക്കുക. ഇതിപ്പം ടൈൽസിന് 1 മാസമായി വാങ്ങിച്ചിട്ട് കഴിഞ്ഞ മാസം 1-ാം തീയതി വാങ്ങിച്ചു. കഴിഞ്ഞ മാസം 1-ാം തീയതി വാങ്ങിച്ചാണ്. എപ്പോഴാണ് ഒന്നും ഇതാന്ന് പറഞ്ഞാൽ പിന്നെ അനക്കം ഇല്ല. ടൈലിന് എത്ര രൂപ ആവും പറഞ്ഞ അവിടെ എവിടെ ടൈലെടുക്കാൻ പോയി നിങ്ങൾ നോക്കിയോ വില എന്ത് വില അല്ല അങ്ങനെയല്ല മൊത്തം എത്ര എമൗണ്ട് എത്രയായിരുന്നു? അല്ല 1.5 ടൈലിനായിട്ട് കൊടുത്തത്. ടൈലിന് കൊടുത്ത് അവർക്ക് എത്ര ആവും കടയിൽ ചെന്ന് ചോദിച്ചപ്പോഴേ ഇല്ല അത് പറഞ്ഞില്ല. അത് പറയാതിരുന്നറിയാം. ഇപ്പം 1 ലക്ഷം രൂപ കൊടുക്കുക. കൊടുത്തതിന് ശേഷം പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ അടുത്ത് മറിക്കണം. ഇനി ടൈലിടും. ഇനി ഒരുപാട് പണി കിടക്കുകയാണ്. കഥ ഇടാനുള്ളതും ടൈൽസിനുള്ളത് 2,500 വാങ്ങിച്ചേക്കുന്നത്. ടൈൽസ് കിട്ടില്ല. പിന്നെ പെയിന്റ് അടിച്ചപ്പോ പെയിന്റ് അല്ല കുട്ടി കുട്ടിയിട്ട് ഇനി പെയിന്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്യണം. 1 ലക്ഷം കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ടൈലെടുക്കാതിരുന്ന ടൈലും കൂടെ 1 ലക്ഷം രൂപ കൊടുത്ത് ടൈലിടാൻ പറയണം. ടൈലിട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ ടൈലിട്ടു ടൈലിട്ട് പിന്നെ 1 ലക്ഷം രൂപ കൊടുക്കണ്ടല്ലോ. ടൈലെടുക്കാതിരുന്ന നമുക്ക് നഷ്ടമാണ്. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ടൈലിടണമെന്ന് പറയണം. ടൈലിടാനാണ് പൈസ വരുന്നത്. ടൈലിട്ട് ടൈലിട്ടതിന് ശേഷം പൈസ കിട്ടുമെന്ന് പറയണം. പൈസ കിട്ടതിന് ശേഷം പിന്നെ കബോർഡ് ചെയ്ത് തുടങ്ങുമ്പോൾ 50,000 രൂപ പിന്നെ 1 ലക്ഷം രൂപ. ജനൽ വാതിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കൽ നേരത്തെ ഇട്ടും ജനൽ കൊണ്ട് ഇങ്ങനെ സ്ഥാപിച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഒന്ന് വാങ്ങിച്ചു. അത് വാങ്ങിച്ച നിങ്ങളെ കൂട്ടി നോക്കിയാൽ അറിയാൻ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടില്ലല്ലോ. ജെല്ലുവാതിലും ചെയ്തു തീർന്നു. ആദ്യമേ ഞാൻ ചെയ്തിരിക്കുകയാണ് എന്നും പറഞ്ഞാണ് ഒരിക്കൽ വാങ്ങിച്ചത്. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയണം. ഇനി ട്രെയിൽ കൊണ്ട് ഇടാൻ പറയണം. ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത് വയ്ക്കാമെന്ന് പറയണം. അതിന് ട്രെയിൽ കൊണ്ട് വെച്ചുകൊണ്ട് ഇനി ഇടാൻ പൈസ വയ്ക്കരുതെന്ന് പറയണം. ട്രെയിൽ കൊണ്ട് ഇടാൻ പറയണം. ട്രെയിലിട്ട് ബാക്കി പണി ചെയ്യാൻ പറയണം. ട്രെയിലൊന്നും ഇടുന്ന കേൾക്കണം. കൊടുത്തിട്ട് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയില്ലേ അടിച്ചിരിക്കുന്നു. ഒന്നിനാണ് അടിക്കുന്നത്. നമ്മൾ 1 രൂപ കൊടുക്കുമ്പോൾ ട്രെയിലിടണം. അല്ല ഇതാണ് കാര്യം. ഇവ ഒന്നിനും സമ്മതിക്കത്തില്ല. ഇപ്പോഴും അത്രയും ഒന്നിച്ച് കൊടുക്കണമെന്നാണ് ഇപ്പം പറയണത്. 1 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. 1 ലക്ഷം രൂപ കൊടുത്ത് ട്രെയിലിടാൻ പറയണം. ഇവ ഒന്നും സമ്മതിക്കുന്നില്ല. അതിലാണിപ്പം ഞാൻ പൈസ കൊടുക്കാതെ ഞാൻ ഏറ്റു ബാക്കി ചോദിച്ചോളണം. എനിക്കൊന്നും പറയാൻ നോക്കത്തില്ല. പറഞ്ഞ അതിന്റെ രീതിയിൽ ചെയ്തിട്ട് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ഇവയൊന്നും സമ്മതിക്ക. വീട്ടിൽ പിന്നെ അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ചെയ്യാനോ? ഞാൻ കാര്യമല്ലേ പറയണത്. വീട്ടിലുള്ളവരുടെ അതാണ് കാര്യം. വീട്ടിലുള്ളവർ കുടിക്കുമ്പോൾ ദൂഷം കൂട്ടുന്ന ഞാൻ മോശക്കാരനാവണം. അയാൾ എനിക്കൊന്നും പറയാൻ ഒക്കത്തില്ല. കയറി കൊടുക്കാം. ന്യായമായിട്ട് കൊടുക്കാനുള്ള ടൈലിടാനുള്ള പൈസ പറ്റിക്കും. ഇനി 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പെയിന്റിങ്ങിനും കബോർഡും 2 ലക്ഷം രൂപ കൊടുക്കണം. ഇത് രണ്ടും ചെയ്തില്ല. ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് ഈ ടൈലിന് 1.5 ലക്ഷം രൂപ ഈ പൈസത്തിന് കൊടുത്ത ടൈലിടാൻ കിടത്തിന് കൊടുത്ത 1 ലക്ഷം രൂപ. ഇത് ഈ ടൈല് 1 ലക്ഷം രൂപ പറയുന്നത്. അതെന്നെ കൊടുത്ത കുട്ടിയെടുത്തില്ല. കഴിഞ്ഞ മാസം കൊടുത്തതിനുണ്ട്. കാണിച്ചിട്ട് പെയിന്റ് അടിക്കുകയാണ്.
പെയിന്റ് ചെയ്ത് കുട്ടി കുട്ടിയിട്ട് കുട്ടിയിട്ട് കുട്ടിയിടുന്നതിന് പൈസ ആവും. അല്ല കുട്ടി ഇട്ടിട്ടേ ഇത് ചെയ്യുള്ളൂ. അതിന് മുമ്പായിട്ട് കുറച്ച് മേശരി പണിയുണ്ട് ടൈലില്ലാന്നതിൻ്റെ. ഇതിലേറെ 1 ലക്ഷം കൊടുത്തിട്ട് ടൈലിടാൻ പറ്റും. ആ ടൈലിട്ടാലും തീരുവരുത്. അത് നല്ല രീതിയിൽ അവസാനിക്കും പോകുന്നുണ്ട്. പിന്നെ ഈ റോഡൊന്നും ചിന്തിച്ചില്ല. ഈ റോഡൊക്കെ ഉള്ളതൊന്നും ചിന്തിച്ചില്ല. വെറുതെ തിന്ന പോലെ ഈ വെള്ളം തെറിക്കാതിരിക്കാൻ അവിടുത്തെ റോഡ് നല്ല തടി തടിയല്ലേ? ഓ തടി 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 തൊട്ടില്ലടാ, തടിയേ ഇല്ല. ഇല്ല എല്ലാം ഇതല്ലേ ഫുള്ള് സ്റ്റീൽ. സ്റ്റീലാ. ഇവിടെ കൊച്ചു ചെരുപ്പിട വല്ല ആണിയും കാണും. ആ ശരി. ഓ വീട് ഇതായില്ലല്ലോ. ഓ ഓ ഇവിടെ ടി വിക്കോ ഇന്നത്തെ വീഡിയോയുടെ അതിന് സൈറ്റ് കണ്ടു. ആ ഇവിടെ ഡൈനിങ് ഏരിയ വാഷ് ഇവിടെ ഇവിടെ പക്ഷെ അവിടുത്തെ പോലെ ഒരു ശകലമേ നമ്മൾ കൈ എടുക്കുമ്പോൾ അതിങ്ങനെ വെച്ചോളൂ. ആദ്യം ഇവിടെ ഒരു ബെഡ്റൂം ബാത്റൂം കൂടെ വെച്ചതന്നെ ഇവിടെ ഇല്ല. അന്നേരം ഈ ഡൈനിങ് ടേബിൾ ഇടാൻ സ്ഥലമില്ല. ഇപ്പൊ പിന്നെ ഇവിടുത്തെ അങ്ങ് മാറ്റി പൊളിച്ച് ഇവിടെ പിന്നെ ഈ ചെറിയൊരു അലമാര പോലെ ഇതോടാ സുനിൽകുമാർ. ഇവിടെ ഈ പിന്നെ പിന്നെ ഒരു കാര്യം പറ, ഈ വീട് വന്നോ എനിക്ക് വന്നു അതാണ് മനുഷ്യർ. മതിൽ കെട്ടിയാലേ ഒരു ഇടന് മൊത്തത്തിൽ കെട്ടണമെങ്കിൽ വലിയ പാടാണ്. ഇവിടെ ഇങ്ങനെ അല്ല വാടകയൊന്നുമില്ല, വെക്കുന്നത് പുരയിടം. പിന്നെ അവിടെ പറങ്കാവും മാവും പ്ലാവും ഒക്കെ ഇപ്പൊ നട്ടേക്കുന്നത്. അവർക്ക് ഇല്ല ഇല്ല ഇതൊന്നും ഇല്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. മറ്റേ അലമാരി കബോർഡ് ഒരു അലമാരിയാണ്. ഇവിടെ കൂടെ അവിടെ പൊളിച്ചപ്പോൾ പിന്നെ ഇവിടെ കോമൺ അകത്തോടെ മുട്ടയിൽ വേണം കയറാൻ. ഇതൊരു കൊച്ചു ഇതൊക്കെ അപ്പുറത്ത് ആ 3-2 തീരുമാനിക്കാം, തീരണം. ചൈനീസ് അതേപോലെ ഇവിടെ ഇവിടെ ഉള്ളതിന് വരെ ഇവിടെ ആകുമ്പോൾ സൗകര്യം. അത് വയ്ക്കാൻ ഒരു ആണി അടിച്ച് വയ്ക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ആണി വെച്ചാൽ അതാണ് ഇവിടെ വെച്ചാലും പോയി. ഇവിടെ ഇങ്ങനെ അത് ഇവിടെ വെച്ചാൽ പോരെ, അത് വയ്ക്കാം. ആ അതേപോലെ ക്ലോക്ക് ഇല്ല. ക്ലോക്കും പിന്നെ കലണ്ടറും തൂക്കാനും അതൊക്കെ ഫിറ്റ് ചെയ്യാന്നേ ഉള്ളൂ അല്ലേ. പിന്നെ ഒരു തൊട്ടില് ഇവിടെ അത് വയറിങ്ങിൻ്റെ ഒരു കമ്പി എടുക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഒരു തൊട്ടില് കൊച്ചു കൊച്ചൊക്കെ വരുമ്പോൾ ഓണാക്കി വെക്കാൻ ഈ സൗകര്യം അനുസരിച്ച് ഇവിടെ ഹാള് വീട് വെച്ചാൽ വീട് വെച്ച് പാല് കാച്ച് കഴിഞ്ഞു. പിന്നെ കോട്ടയം കോട്ടെ ഇപ്പൊ ജോലി ഇവിടെ ഇവിടെ കുറ്റിച്ച്.
അവിടെ എങ്ങനെ റേറ്റൊക്കെ? ഞാൻ സൈഡ് മാത്രമേ കൊടുത്തുള്ളൂ, എൻ്റെ ഫുള്ളായിരുന്നു, 35. എത്ര സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ് കുറവാണ്, പക്ഷെ വീട് ഇച്ചിരി നോർമൽ വീടല്ല, അങ്ങനെ ഫുള്ള് തുറന്നെടുക്കും. ഹാൾ പോലെ അടുക്കളയും പിന്നെ ഭിത്തികൾ കുറവായിട്ടാ, ഫുള്ള് ഓപ്പണാ, ഗ്രില്ലിട്ടേക്കോ ഫുള്ള്. അവിടെ പൈപ്പ് വെച്ചാണോ? അത് ആദ്യം തെളിച്ചായിരുന്നല്ലോ, പിന്നെ കാട് കയറി അവിടെ പൈപ്പ് ഇടയ്ക്കൊക്കെ താമസിക്കാണ് വീട്ടിൽ തന്നെ. ആ പൊട്ടി വെച്ച് നിങ്ങൾ വന്നോ സ്ഥലത്ത്? പിന്നെ സാധനം സൂപ്പർ സാധനം എടുത്ത് എന്നാ എടുത്തേ സാധനം. പിന്നെ അത് മനസ്സിലാക്കണം, നമ്മളെ 2 ദിവസം പണി വീട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് പാതി ചെയ്തിട്ട് അവൻ നിർത്തി വെച്ചിട്ട് വന്ന് നോക്കൂ. അങ്ങനെ നമ്മൾ പണി അതാണ് നമ്മൾ താമസിച്ചത്. ഇതൊക്കെ വരുന്നതാണ് സാർ. ഇത് 5000 രൂപ വെറുതെ എന്താണ്, 5 രൂപ കൂടുതലാണത് ഈ ടൈല്. പാമ്പണി ഇല്ല ഇല്ല അങ്ങനെ ഇട്ടാൽ ഇങ്ങനത്തെ പാടുകളൊക്കെ നീ പറഞ്ഞോളാ. അല്ല ഒരു കാര്യമല്ല ഒരു മനുഷ്യൻ ജീവിച്ചത് അങ്ങനെ ചേർത്ത് എത്ര കൊണ്ട് ഉള്ള കാലത്ത് വല്ല കഴിക്കാൻ ഇത്തിരി പൊങ്ങാം. നമ്മളെ സജീവ കൊലാറായാലും സജീവ ഉമ്മചാണ്ടി വെള്ളം ഇങ്ങോട്ട് മറിയും, ഇങ്ങോട്ടെ ഒരു ശകലം ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി പൊക്കി വെക്കണം. വെള്ളം ഇങ്ങോട്ട് വീഴാതെ ഇവിടെ വരെ കാരണം ഈ പാത്രം കഴുകുമ്പോഴേ നമ്മള് ദേഹത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വെള്ളം വീഴുമല്ലോ. അതൊരാക്കിട്ടാ അപ്പൊ അവിടെ ഇതാക്കാം. ഇവിടെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ മറവ് വേണേ, മറവ് ഈ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തുപ്പ് ചെറുതായിട്ട് ഒരു നമ്മൾ തുപ്പുന്ന ഭാഗം ഒന്നും കാരണം ഇത് കഴിക്കുമ്പോഴായിരിക്കും ഇവിടെ ഒരാൾ കഴിക്കും. ഇതേപോലത്തെ അതൊന്ന് വരും കാർപ്പണ്ട് എന്നെ പിന്നെ എടുക്കാം. അല്ല ചുവപ്പ് അത് മതി. കട്ട ചോപ്പ് കട്ട ചോപ്പായിരിക്കും. ഈ കളർ അല്ലേ ബ്രൗൺ കളർ.
നിങ്ങളെ ഇഷ്ടം. എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. എന്നാണ് ചെയ്തു പറയാം. ഓ ഇങ്ങനെ വേറെ ഏത് പേര് നന്നായി എന്നറിയാം. ബാക്കി വൈറ്റുകൾ പറഞ്ഞുണ്ട്, വെള്ള കളറിൽ പച്ചടയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ബോർഡർ ഇങ്ങനെ പറഞ്ഞാൽ നന്നായി. അപ്പൊ ബ്രൗൺ കളർ അല്ലേ? ഓ ഇഷ്ടങ്ങൾ എവിടെ എവിടെ വരെ? അകത്തെ റൂമുകളിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ടയർ കിട്ടാനായാലേ ആ അപ്പൊ അത് ഊക്കുകൾ പിടിപ്പിച്ചതാ. അത് വെക്കണം. എല്ലാത്തിലും വേണം. ഒക്കെ ഒന്ന് ഊരിയിടാൻ ചെറിയ രീതിയിൽ ടയറെല്ലാം കെട്ടി ഇങ്ങനെ ഇടാനേ. ടയർ കെട്ടി ഇടാൻ. ഞാൻ നോക്കട്ടെ, അത് 2-3 ഷട്ട ഞാൻ തൂക്കിയിടാനുള്ള സംവിധാനം ഉണ്ടാക്കും. ചെടിയോടെ പിടിച്ചെങ്ങനെ ഉണ്ടെങ്കിലേ ഈ റിങ് പോലെ ഇവിടെ പിന്നെ ഒപ്പം വാങ്ങിക്കാം. അതെ, ഈ ഡ്രില്ല് ചെയ്താൽ വയ്ക്കാം. ഇപ്പൊ എല്ലാം ഡ്രില്ല് വേറെ പണി വയ്ക്കാം. എപ്പോഴോ വയ്ക്കാം അതൊക്കെ. കാരണം നമുക്ക് ഈ ക്രാമ്പ് എപ്പോഴോ വയ്ക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ അടിച്ചു പൊളിപ്പൊന്നുമില്ല. ഞാനാണോ? ഒരു മിനിറ്റ്, ഞാൻ കഴിക്കാൻ പോവാ. ഇതിപ്പോ ഇതിന്റെ വിട്ടാൽ പോയി. കഷ്ടിച്ചുണ്ട്, സ്ഥലം കുറവാണ്. കഷ്ടിച്ചൊക്കെ വലിയ സ്ഥലമൊന്നുമില്ല. ഒരു 2 റൂം കൂടെ വേണം. ആ അത് മുകളിലോട്ട് കെട്ടാം. മുകളിലോട്ട് കെട്ടാൻ താഴെ കിട്ടുന്ന നല്ല കാര്യം. ഓ അത് വയ്ക്കും. നാളെയോ നാളെ വയ്ക്കും. ഇല്ല അത് സിറ്റ് ഔട്ടിൽ തന്നെ പൂജാമുറി തന്നെ അവിടെ വിളക്കെല്ലാം വയ്ക്കുകയുള്ളൂ. അല്ലാതെ ഒരു മുറിയായിട്ടൊന്നുമില്ല. അതിനൊരു സ്ഥലമൊന്നുമില്ല. ഒന്നാം സ്ഥലം തീരെ കുറവ്. അതിങ്ങനെ വെച്ച് വരുമ്പോഴേ അറിയാൻ പറ്റും. TV ഇതാ കൂടെ. ആ ഫാനിങ് മറ്റേ 3 ഇതേ ഉള്ളൂ. കബോർഡും ഫാനും വാതിലും വെച്ച് കഴിയുമ്പോൾ ഇതേ ഉള്ളൂ. അത് നാളെ വയ്ക്കും.
എങ്ങനെയുണ്ട്? ഇങ്ങനെ വഴിയെടുക്കും. കയറുക കയറുക. ഓട്. പോട്. കയറില്ലേ? പറ്റൂല. പോകുന്നു. അവിടെ ഇട്ടേ. ചൂട് ഒറ്റയ്ക്കാളോ? വണ്ടി ഇരിക്കുകയാണ്. ഫോട്ടോ ഇല്ല, അവിടെ ഇല്ല. അച്ഛ എടുത്തില്ല. കിടന്ന് പാല് കൊടുത്താലേ ഓർമ്മ വൃത്തിയാക്കാൻ. ഇല്ലേ താക്കോലില്ലേ? ഇല്ലേ? രണ്ടു പ്രാവശ്യം അകത്ത് കയറിയിട്ട് വന്നോ? ഇല്ല. ലൈറ്റ് ഇട്ടേക്കൊന്നോ? അതുകൊള്ള നിങ്ങൾ രണ്ടു പ്രാവശ്യം കയറി ഇറങ്ങിയതല്ലേ? നോക്ക് എന്നാ കയറടി. ഓ താക്കോല് എല്ലാം രണ്ടും ദാ
കൊടി കൊടി ഞാൻ അവിടെ ഞാൻ കുഴപ്പത്തിലിരിക്കാനുള്ള ഞാൻ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ പടിഞ്ഞാറിക്കും അല്ല കിഴക്കിന് വേണ്ടി പ്രദക്ഷിണയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഫോട്ടോ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ വാങ്ങിക്കണം. അത് ആദ്യം പോയി വായിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. താക്കോൽ വാങ്ങിക്കോളൂ. നമ്മൾ തുറന്നുതരാം. നിങ്ങൾ വാങ്ങിക്കുന്ന പാല് ഒരു ദക്ഷിണ കൊടുക്കും. അതൊക്കെ പിന്നെ തിളക്കണോ അടുത്തേക്കോ തിളക്കോ രണ്ടിലയും അങ്ങിരുന്നോ നിക്ക് അതിലേക്ക് രണ്ടില ഇല അവിടെ ഉണ്ട്. നെല്ല് നെല്ല് ഇത് ഞാൻ കയറുന്നത് ഒരു ഇലയും കൂടെ ഉണ്ട്. അത് അടുക്കളയിലാണ് അതിന് മുമ്പ് കുടമേ കുടമേ ആ മുളപ്പിന്റെ മുമ്പേ ആ വെള്ളം അസ്തമംഗലല്ലേ വിളക്ക് തിരിച്ചു പോയി ആ അങ്ങനെ ഹസ്തമംഗലിന്റെ അതിൽ പോയി പാല് കാച്ചണോ
കത്തിച്ചാൽ മതി. വാട്ടെ, ഇവിടെ. ഇപ്പൊ കൊന്നു നീക്കണം. അല്ല കൊന്നു നീക്കാൻ ഞാൻ ദൂരെ ദൂരെ പറഞ്ഞ വെച്ചാൽ അവിടെ വിള കാണാതെ കാരണം അഥവാ കട്ടകാലത്ത് നമ്മൾ കൈ കെടുത്ത് കൊടുത്ത് അണഞ്ഞാൽ ബുദ്ധിമുട്ട് വിളക്ക് നമ്മൾ വിളക്ക് കൊടുക്ക ഒരു കുഞ്ഞു കുഞ്ഞു മോളുണ്ട്. ആ മോക്ക് മോക്ക് ആ മോക്ക് അത് വേറെ പൈസ വെച്ചു. മോളെ മോളെ അങ്ങോട്ട് കഴിയും. ഇവിടെ പേരൊക്കെ വിളിക്കുന്നത് ഗോകുൽ ഞണ്ടാടിയൊക്കെ ദേവൂട്ട് ചേച്ചി ചേച്ചി ഞാൻ പപ്പാപ്പാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒന്നും മിണ്ടാതെ ചേച്ചിന്ന് വിളിച്ച് ചേച്ചി ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. ഒരു ബ്രേസിലെറ്റോ ഒരു മറ്റേ കൈ ഇടാനോ പിന്നെ ഒരു ചാറ്റ ഇട്ട് പിന്നെ ഒരു മോതിരം എടുക്കാൻ പറഞ്ഞു പിന്നെ വാച്ച് പിന്നെ മറ്റേ ഇപ്പഴത്തെ സ്റ്റൈലും നല്ല തലമുടിയൊക്കെ വളർത്തി എന്നാഴ്ച കഷ്ടപ്പെട്ട് വളർത്തി വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്തോ തലമുടിയൊക്കെ എടുത്ത് ഇല്ല ഇന്ന് സ്കൂളിൽ പോയേക്കുവാ. വിളക്കൊന്നും ഇല്ലായിരുന്നോ? ഇല്ല സ്കൂളിൽ പോയേക്കുവായിരുന്നു. ഇന്ന് സ്കൂളിൽ പരിപാടി പറഞ്ഞ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ആ പിന്നെ നല്ല പരിപാടിയായിരുന്നു. സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഫസ്റ്റ് പിന്നെ വേറെ എന്തെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്നു രാത്രി ഓടോടെ പൂച്ച പൂച്ച പൂച്ചയുടെ ഇന്നലെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയി കടയില് ഒരു ഹരിയറിന്റെ ടി വി ഇരുന്നു. ഞങ്ങളെ പുതിയ വീട്ടിൽ 90 ഇഞ്ചിന്റെ ടി വി ഒക്കെ ചെയ്ത സ്മാർട്ട് ടി വി. അപ്പൊ അവിടെ ഇരുന്ന ഒരു 150 ഇഞ്ചിന്റെ ആണ് ഹരിയറിന്റെ ഗൂഗിൾ ഫീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ്രോയിഡും കൂടെ അത് മേടിക്കാൻ ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത് പുതിയ വീട്ടിലേക്ക്. അത് മേടിക്കാൻ അത് എത്ര രൂപ?
വീട്ടിലൊക്കെ പോയി. ഇത് പ്രായമായി കഴിയുമ്പോ എന്തായിരിക്കും ഇപ്പോഴേ വീടില്ല കണ്ട് വെച്ചാ വല്ലപ്പോ പുതിയ കൊട്ടാരം പണി കൊട്ടാരം. അയ്യോ ആകെ ഒന്നേ ഉള്ളതായിരുന്നു. നമ്മ കൊട്ടാരം പണി ബിസിനസ്മാനോ ബിസിനസ് എന്നിട്ട് കൊട്ടാരം അപ്പൊ ജോലിയൊന്നും വേണ്ടേ? അത് തന്നെയാണ് ബിസിനസ്മാൻ. ബിസിനസ്മാന് ഒരു മാസം വരുമാനം എത്രയാണെന്ന് നിൽക്കുമ്പോ 25 കോടി. ഇതൊക്കെ മോൻ പഠിച്ചു വെച്ചോ? ഇവർക്കിപ്പോ ഇതിനെ നോക്കിയാ അറിയാം ഇതെല്ലാം എന്തൊക്കെയാന്നൊക്കെ. അങ്ങനെ ബിസിനസ്മാനൊക്കെ ആവുമ്പോ നല്ലപോലെ മിടുക്കനായിട്ട് പഠിച്ച് ലൈറ്റ് ഉണ്ടാവും. മേളിൽ ലൈറ്റ് ഉണ്ട്. ജീരകം വേണം. ഇഷ്ടപ്പെട്ടു തോന്നാം. അല്ലെങ്കിൽ കഴിക്കൂലല്ലേ? നേരത്തെ പച്ചവെള്ളം കൊണ്ട് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നോ? കുഞ്ഞിന് വിശന്നിരിക്കുവായിരുന്നു. ശബ്ദം കേട്ടപ്പോ ഉടനെ മനസ്സിലായി പറ്റിച്ചു വെച്ച് ഞാൻ പോണേ ഫോട്ടോയില്ല നീ എവിടാ ബാഗ് പണി പണി പണിയാണ്. ഇന്നത്തെ വ്ളോഗൊന്നും വന്നില്ലേടാ? ഇന്നത്തെ വ്ളോഗൊന്നും ഇട്ടില്ലേ? ഇല്ല. ദേവുട്ടാ
വേണേ